ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഞാൻ പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടായി ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സോളിഡ് ഫിൽ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് റെക്ടാങ്കിളുകൾ ക്രിയേറ്റ് ചെയ്ത് നൽകുകയാണ്. ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുന്നു. ഫിൽ കളർ ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ഇതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ അറേഞ്ച് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാം. അതിൽ ഞാൻ ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്ത് നൽകുകയാണ്. ഇവയെല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ശേഷം അതിന്റെ സൈസ് നമ്മുടെ ആവശ്യാനുസരണം ഇൻക്രീസ് ചെയ്യും. ഞാനിപ്പോൾ നമ്മുടെ ഈ സെന്ററിൽ വരുന്ന പോർഷനിൽ ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഇതിന്റെ സൈസ് ക്രമീകരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ രണ്ട് റെക്ടാങ്കിളുകളും സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ബോക്സിന്റെ 3 കോപ്പികൾ കൂടി ക്രിയേറ്റ് ചെയ്ത് അവയെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ശേഷം ഈ എല്ലാ ടെക്സ്റ്റ് ബോക്സും സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും അലൈൻ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇനി നമുക്ക് ആവശ്യമുള്ള വർഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ ഞാൻ ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഷിഫ്റ്റ് കീ കൂടി ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പേജ് അപ്പ് എന്നുള്ള കീ പ്രസ് ചെയ്ത് ഇതിലേക്ക് 9 വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഒരേ ലെവലിൽ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഇതിലും അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന ഇവിടെ 0 ആക്കി നൽകുന്നു. അതുതന്നെ അവസാനത്തെ റോയിലും നൽകുന്നു. ഞാൻ ഒരു വട്ടം കൂടി ഈ റെക്ടാങ്കിളുകൾ സെലക്ട് ചെയ്ത് ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3D മോഡൽ ആഡ് ചെയ്യാം. അതിനായി ഇൻസേർട്ട് എന്ന ടാബിൽ നിന്നും 3D മോഡൽ സെലക്ട് ചെയ്ത് സ്റ്റോക്ക് 3D മോഡൽ സെലക്ട് ചെയ്ത് അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള 3D മോഡൽ ഇൻസേർട്ട് ചെയ്യുന്നു. ഞാൻ ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ അറേഞ്ച് ചെയ്യുന്നു. ഇനി ഞാൻ ഈ സ്ലൈഡ് സെലക്ട് ചെയ്ത് സ്ലൈഡിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇതിനായി കൺട്രോൾ D എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ലെറ്റർ ഈ സ്ക്രീനിൽ കാണത്തക്ക വിധം ഇത് അറേഞ്ച് ചെയ്യുന്നു. നമുക്ക് ഈ 3D മോഡലിന്റെ ഓറിയന്റേഷൻ ഒന്ന് മാറ്റി നൽകാം. ഒരല്പം മുകളിലേക്കായി അറേഞ്ച് ചെയ്ത് നൽകാം. ഞാൻ ഇതുപോലെ തന്നെ അടുത്ത രണ്ട് സ്ലൈഡുകളും ചെയ്തെടുക്കുകയാണ്.
ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്ലൈഡുകളും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അവസാനത്തെ 4 സ്ലൈഡുകളും സെലക്ട് ചെയ്ത് ഇതിനാവശ്യമായിട്ടുള്ള ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നു. ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്നും മോർഫ് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്ലൈഡ് വളരെ മനോഹരമായി തന്നെ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് ട്രാൻസിഷൻ ആവുന്നതായി ഇവിടെ കാണാം. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.